ഇന്നൊരു മന്തി റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ആദ്യം നമുക്ക് ബസ്മതി റൈസ് ഒരു 20 മിനിറ്റ്സ് സോക്ക് ചെയ്ത് വെക്കാം. കഴുകി വെച്ച ചിക്കനിലേക്ക് പട്ട, ഏലക്കായ, കറാമ്പൂ, പെരിഞ്ജീരകം, ചെറിയ ജീരകം, കുരുമുളക്, മല്ലിയൊക്കെ ഇതെല്ലാം ആഡ് ചെയ്യാം. അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചതും ഹാഫ് ക്യാപ്സിക്കം കട്ട് ചെയ്തതും, ഇനി 2 മാഗി ക്യൂബും ആഡ് ചെയ്യാം. ഇതിൽ ഓൾറെഡി സാൾട്ട് കണ്ടൻറ്റ് ഉള്ളത് കൊണ്ട് എക്സ്ട്രാ ഉപ്പിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് സോയാ സോസ് ആഡ് ചെയ്തിട്ട് കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ ഓപ്ഷനാണ്. നിങ്ങൾക്ക് കളറ് വേണമെങ്കിൽ കളർ യൂസ് ചെയ്യാം. ഞാൻ കളർ യൂസ് ചെയ്യുന്നില്ല, അതിന് പകരം ജസ്റ്റ് ഒരു കുറച്ച് ചില്ലി പൗഡർ യൂസ് ചെയ്യുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു കപ്പ് ഓയിൽ ആഡ് ചെയ്തിട്ട് നല്ല പോലെ മിക്സ് ചെയ്യാം. എന്നിട്ട് ഇതൊരു ഫ്യൂ അവേഴ്സ് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ശേഷം ലിഡ് ഒന്ന് ക്ലോസ് ചെയ്തിട്ട് ചിക്കൻ ഒരു 5 മിനിറ്റ്സ് ഒന്ന് കുക്ക് ചെയ്യാം. ഇനി നമുക്ക് ഈ റൈസ് ഒന്ന് കുക്ക് ചെയ്യാം. കുക്ക് ചെയ്യാൻ ഇതിലേക്ക് പട്ട, ഏലക്ക, കറാമ്പു, പെരുംജീരകം, ചെറിയ ജീരകം, കുരുമുളക്, മല്ലി, അതുപോലെ ഉണക്കനാരങ്ങ. ഈ സ്പൈസസ് ഒക്കെ നമ്മൾ നേരത്തെ എടുത്തതിൻ്റെ ഹാഫ് മതി. നമുക്ക് റൈസിന് ഒരു ഫ്ലേവർ കിട്ടാനാണ് ഇതൊക്കെ ആഡ് ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഒരു ഹാഫ് കപ്പ് ഓയിലും കൂടി ഒഴിച്ചിട്ട് ഹാഫ് കുക്ക് ചെയ്യാം. നമുക്ക് ഊറ്റിയെടുക്കാം. ഇനി നമുക്ക് ഈ റൈസ് കുക്ക് ചെയ്ത ചിക്കൻ്റെ മുകളിലേക്ക് ആഡ് ചെയ്യാം. ഇനി കുറച്ച് ഗീയും കൂടി സ്പ്രെഡ് ചെയ്തിട്ട് അതിൻ്റെ മേലെ കുറച്ച് പെപ്പറും പച്ചമുളകും ഇങ്ങനെ പ്ലേസ് ചെയ്യാം. ഇനി ഒരു സ്മോൾ ബൗൾ എടുത്ത് അതിൽ ചാർക്കോൾ ചൂടാക്കി വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ഓയിലും കൂടി ഒഴിച്ച് സ്മോക്ക് ക്രിയേറ്റ് ചെയ്ത് ഒന്ന് ലിഡ് ക്ലോസ് ചെയ്യാം. ആ സ്മോക്കി ഫ്ലേവറിനാണ് നമ്മൾ ഇത് ഇങ്ങനെ ചെയ്യുന്നത്. 20 മിനിറ്റ്സാണ് ഞാൻ വെച്ചത്. ഇനി ഇതിൽ റൈസ് പതുക്കെ മാറ്റിയെടുത്തിട്ട് അതിൽ നിന്ന് ചിക്കൻ എല്ലാം സെപ്പറേറ്റ് ചെയ്യാം. എന്നിട്ട് ഇനി ഈ റൈസും അതിലുള്ള ഗ്രേവിയും കൂടി നന്നായി മിക്സ് ചെയ്യാം. ഇനി നമുക്കൊരു റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലൊക്കെ നമുക്ക് ചിക്കൻ വേണമെന്നുണ്ടെങ്കിൽ ഈ ചിക്കനിലേക്ക് ഒരു ബൗൾ എടുക്കുക. അതിൽ കുറച്ച് കേർഡും ചില്ലി പൗഡറും മിക്സ് ചെയ്തിട്ട് ഈ ചിക്കനിലേക്ക് നല്ലോണം തേച്ച് പുരട്ടാം. എന്നിട്ട് ഒരു പാൻ എടുത്തിട്ട് ഗീയോ ബട്ടറോ ഒഴിച്ചിട്ട് മുരിച്ചെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ ചിക്കൻ മന്തീൻ്റെ റെസിപ്പി. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. ഇത് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാം. ശരിക്കും ഒതൻറ്റിക് ടേസ്റ്റ് തന്നെയാണ് നമ്മൾ പുറത്തുനിന്ന് കഴിക്കുന്ന അതേപോലെ. പിന്നെ എല്ലാവരും ശ്രദ്ധിക്കുക, നമ്മൾ റൈസ് എടുക്കുമ്പോൾ ബസ്മതി റൈസൊക്കെ എടുക്കുമ്പോൾ നല്ലത് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. ഓക്കെ, ഇതുപോലത്തെ നല്ലൊരു റെസിപ്പിയുമായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.